ഓക്സിജൻ കിട്ടുവാനുള്ള സംവിധാനം ലോറിയിൽ ഉണ്ടായിരുന്നെന്നത് അറിഞ്ഞത് മുതലാണ് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയത്. സംഭവ സ്ഥലത്ത് നിന്ന് നേരിട്ട് കിട്ടിയ ചില വിവരങ്ങൾ നോക്കാം. ഇനിയുള്ള നിമിഷങ്ങൾ വളരെ നിർണായകമാണ്. 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ അർജുന് ലഭിക്കും എന്ന വിശ്വാസം ജീവനോടെ ഉണ്ട് എന്ന വാർത്ത കേൾക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും ഇനിയുള്ള നിമിഷങ്ങൾക്കായി കാത്തിരിക്കുന്നത്. നമുക്കറിയാം അങ്ങനെ ഒന്ന് സംഭവിക്കണമെങ്കിൽ മിറാക്കിൾ തന്നെ നടന്നിരിക്കണം. രക്ഷാദൌത്യത്തിന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. 31 NDRF അംഗങ്ങൾ, 42 SDRF അംഗങ്ങൾ, നാവികസേനയുടെ 12 ഡൈവർമാർ, കരസേനയുടെ 60 പേർ, കൂടാതെ ഫയർഫോഴ്സിന്റെ 26 പേർ. 10 ദിവസങ്ങളെ തുറന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു തിരച്ചിലിന് ഇന്നെങ്കിലും ഒരു അന്ത്യം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അർജുനെ കിട്ടിയാൽ ഉടനെ എത്രയും പെട്ടെന്ന് വിവരങ്ങൾ അറിയുവാനുള്ള സംവിധാനം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അർജുന്റെ വാർത്തയുമായി വരാം. ഇനി സോഷ്യൽ മീഡിയയിൽ കാണാനിടയായ ചില തലക്കെട്ടുകൾ കൂടി നോക്കാം.